അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനീ പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ ഏറ്റവും ഇളയ മകനാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. പിതാവിൻ്റെ കാലശേഷം അദ്ദേഹം ഭരണം ഏറ്റെടുത്തു. പിന്നെ പ്രവാചകത്വവും ലഭിച്ചു. ഭൂഗോളം മുഴുവൻ അടക്കി ഭരിച്ച 4 ചക്രവർത്തിമാരിൽ ഒരാളാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. ഇദ്ദേഹത്തിൻ്റെ കാലത്ത് ഇസ്രായേൽക്കാർ അഭിവൃദ്ധിയുടെ പാരമ്യത്തിലെത്തുകയുണ്ടായി. ജിന്നുകൾ, പിശാചുക്കൾ, മൃഗങ്ങൾ, പക്ഷികൾ എന്നിവയെല്ലാം അദ്ദേഹത്തിൻ്റെ സൈന്യത്തിലുണ്ടായിരുന്നു. പക്ഷികളുടെ ഭാഷ അള്ളാഹു അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തിരുന്നു. ജിന്നുകളും പിശാചുക്കളെല്ലാം അദ്ദേഹത്തിന് കീഴടങ്ങിയിരുന്നു. കാറ്റ് തൻ്റെ കൽപ്പന മുഴുവൻ സ്വീകരിച്ചിരുന്നു. കാറ്റിൻ്റെ സഹായത്തോടെ ഒരു പ്രത്യേക വാഹനത്തിൽ ആകാശത്തിലൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞിരുന്നു. ഇതെല്ലാം ഉണ്ടായിട്ടും ഫക്കീർമാരുടെ ജീവിതമാണ് നയിച്ചത്. ഭൂലോക ചക്രവർത്തിയാണെങ്കിലും ഒരു പൈസ പോലും ശമ്പളം പറ്റാതെ തൊഴിൽ ചെയ്ത് കിട്ടുന്ന പ്രതിഫലം കൊണ്ടാണ് ജീവിച്ചത്. ഒരു ദിവസം നബി സൈന്യസമേതം യാത്ര ചെയ്യുകയാണ്. സൈന്യത്തിൽ പക്ഷികൾ, പിശാചുക്കൾ, ജിന്നുകൾ, മനുഷ്യർ തുടങ്ങിയ എല്ലാവരുമുണ്ട്. ഇടക്കൊള്ളത്ത് വെച്ച് വിശ്രമിക്കാൻ ഇറങ്ങിയപ്പോൾ വെള്ളം ആവശ്യം വന്നു. വെള്ളം എവിടെയാണുള്ളതെന്ന് കണ്ടുപിടിക്കാറുള്ളത് മരംകൊത്തിയാണ്. മരംകൊത്തി എവിടെ നബി അന്വേഷിച്ചു, കണ്ടില്ല. അത് അപ്രത്യക്ഷമായി കഴിഞ്ഞിരുന്നു. ഏറെ നേരം കഴിഞ്ഞ ശേഷമാണ് തിരിച്ചു വന്നത്. നബി ചോദിച്ചു, നീ എവിടെയായിരുന്നു? പ്രഭു, ഞാൻ സബ് എന്ന നാട്ടിൽ പോയിരുന്നു. എന്തിന്? അവിടെ അങ്ങക്ക് കീഴടങ്ങാത്ത ഒരു രാജ്ഞി ഭരണം നടത്തുന്നുണ്ട്. അവരുടെ വിവരം ശേഖരിച്ച് വരികയാണ്. ആരാണ് ആ രാജ്ഞി? ബിൽക്കീസ് എന്നാണ് പേര്. വിഗ്രഹാരാധകയാണ്. അവൾക്കൊരു സിംഹാസനമുണ്ട്. നിസ്തുലമാണത്. നീ ഒരു കാര്യം ചെയ്യുക, ഞാനൊരു കത്ത് തരാം, അവിടെ എത്തിക്കണം. എന്നിട്ട് അവരുടെ പ്രതികരണം അറിഞ്ഞ് ഉടനെ മടങ്ങി വരണം. ഉത്തരവ്. സുലൈമാൻ നബി ഒരു കത്ത് എഴുതി. അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ സുലൈമാൻ നബി എഴുതുന്നത്: അല്ലയോ സബ് റാണി, നിങ്ങൾ കീഴടങ്ങിക്കൊണ്ട് ഉടനെ എൻ്റെ സന്നിധിയിൽ വന്നുകൊള്ളണം. കത്തുമായി മരക്കൊത്തി പറന്നു അത് സഭയിലെത്തി. രാജ്ഞി കിടക്കുന്ന പട്ടുമെത്തയിൽ കത്ത് കൊണ്ടിട്ടു. എന്നിട്ട് ഒരിടത്ത് പതുങ്ങിയിരുന്നു. പ്രതികരണം എന്തെന്ന് ശ്രദ്ധിച്ചു. റാണി കത്ത് വായിച്ച് ഞെട്ടി. മന്ത്രിമാരെയും സൈനിക നേതാക്കളെയും വിളിച്ചു കൂട്ടി വിവരം പറഞ്ഞു. എന്ത് ചെയ്യണമെന്ന അഭിപ്രായം ആരാഞ്ഞു. അവർ പറഞ്ഞു, റാണി എടുക്കുന്ന ഏത് തീരുമാനവും അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. യുദ്ധമെങ്കിൽ യുദ്ധം, സന്ധിയെങ്കിൽ സന്ധി, എല്ലാം ഭഗവതിയുടെ ഇഷ്ടം. റാണി പറഞ്ഞു, ഭൂലോക ചക്രവർത്തിയാണ് സുലൈമാൻ നബി. അദ്ദേഹത്തോട് പെട്ടെന്ന് യുദ്ധം പ്രഖ്യാപിക്കുന്നത് അപകടകരമാണ്. നമുക്ക് അദ്ദേഹത്തിന് കുറേ സമ്മാനങ്ങൾ കൊടുത്തേക്കാം. ബാക്കി കാര്യങ്ങൾ പിന്നെ തീരുമാനിക്കാം. ആ അഭിപ്രായം എല്ലാവരും സ്വീകരിച്ചു. ഈ വിവരവുമായി മരംകൊത്തി സുലൈമാൻ നബിയുടെ സന്നിധിയിലേക്ക് പറന്നു വിവരമെല്ലാം നബിയെ അറിയിച്ചു. റാണി തൻ്റെ ആശ്രിതരുടെ പക്കൽ അമൂല്യമായ കുറേ സമ്മാനങ്ങൾ സുലൈമാൻ നബി അലൈഹി സ്വലാമിന് കൊടുത്തയച്ചു. നബി അതൊന്നും സ്വീകരിക്കുകയുണ്ടായില്ല. എങ്കിലും റാണിയുടെ ദൂതന്മാരെ യഥോചിതം സൽക്കരിച്ച് തിരിച്ചയച്ചു. നബിയുടെ സ്വഭാവവും ശക്തിയും നേരിൽ കണ്ട് മനസ്സിലാക്കിയ പ്രതിനിധി സംഘം തിരിച്ചു വന്ന് റാണിയോട് പറഞ്ഞു, സുലൈമാൻ നബിയോട് പൊരുതുന്നത് തെറ്റാണ്, അപകടകരമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് കീഴടങ്ങുന്നതാണ് നല്ലത്. ആ അഭിപ്രായം റാണി സ്വീകരിച്ചു. റാണി തൻ്റെ പരിവാരത്തോടൊപ്പം സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ സന്നിധിയിലേക്ക് പുറപ്പെട്ടു. വിവരമറിഞ്ഞ നബി റാണിയെ ഒന്ന് അത്ഭുതപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് തൻ്റെ ദർബാറിലുള്ളവരോട് ചോദിച്ചു, റാണിയുടെ നിസ്തുലമായ സിംഹാസനം ഉടനെ ഇവിടെ എത്തിക്കാൻ ആർക്കാണ് സാധിക്കുക? ഒരു ഇഫ്രീത്ത് പറഞ്ഞു, ഏതാനും മണിക്കൂറുകൾക്കകം ഞാനത് ഇവിടെ എത്തിച്ചു തരാം. അപ്പോൾ നബിയുടെ മന്ത്രിയായ ആസിഫ് ബിൻ ബർഖയ എന്ന
ആരിഫ്യങ്ങളിൽപ്പെട്ട നേതാവ് പറഞ്ഞു, നബിയെ, അങ്ങ് കണ്ണു വെട്ടിച്ച് മിഴിക്കുന്നതിനിടയിൽ ഞാനത് ഇവിടെ എത്തിച്ചു തരാം. നബി അനുമതി നൽകി. നൊടിയിടയിൽ സിംഹാസനം അവിടെ എത്തുകയും ചെയ്തു. റാണി വരുമ്പോൾ പെട്ടെന്ന് ദൃഷ്ടിയിൽപ്പെടാൻ വേണ്ടി സിംഹാസനം പുറത്ത് തന്നെ ഇട്ടു. റാണി വന്ന് തന്നെ സിംഹാസനം അവിടെ കിടക്കുന്നത് കണ്ട് ആശ്ചര്യപ്പെട്ടു. സുലൈമാൻ നബി ചോദിച്ചു, ഇത് ഭവതിയുടെ സിംഹാസനമാണോ? റാണി പ്രതിവചിച്ചു, അതുപോലെ ഇരിക്കുന്നു. റാണി സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് കീഴടങ്ങുകയും സത്യവിശ്വാസിയായി മാറുകയും ചെയ്തു. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം റാണിയെ വിവാഹം കഴിച്ച് അവരെ ആദരിച്ചു. സഭയിലെ ഭരണം റാണിയെ തന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. പിന്നെ ഇടയ്ക്കിടെ നബി റാണിയെ സഭയിൽ ചെന്ന് സന്ദർശിക്കൽ പതിവായിരുന്നു. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ഭൂലോക ചക്രവർത്തിയായി സ്ഥാനാരോഹണം ചെയ്തപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളുടെ പ്രതിനിധികളും അദ്ദേഹത്തെ ചെന്ന് കണ്ട് അഭിനന്ദിച്ചു. സൂഫിമാരുടെ പ്രതിനിധി മാത്രം വന്നില്ല. നബി സൂഫി പ്രതിനിധിയെ വിളിച്ച് ചോദിച്ചു, താങ്കൾ മാത്രം വരാതിരിക്കാൻ കാരണം എന്താണ്? പ്രഭു, അങ്ങയെ അഭിനന്ദിക്കാൻ യാതൊരു അനുഗ്രഹവും അങ്ങക്ക് ലഭിച്ചിട്ടില്ല. ഭൂലോക ഭരണം മുഴുവൻ എൻ്റെ കയ്യിൽ അള്ളാഹു തന്നത് അനുഗ്രഹമല്ലേ? അല്ല, പ്രവാചകനായ അങ്ങയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആപത്താണ്. കാരണം നാളെ മഹ്ശറയിൽ വെച്ച് ഭൂലോകത്ത് താങ്കളുടെ ഭരണത്തെപ്പറ്റി മുഴുവൻ വിചാരണയും കണക്ക് ചോദ്യവും ഉണ്ടാകും. ഇതിനെല്ലാം താങ്കൾ ഉത്തരം പറയേണ്ടി വരും. ഇത് വലിയൊരു ആപത്തല്ലേ? ഇത് കേട്ടപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാം കരയാൻ തുടങ്ങി. ഭരണത്തെ അദ്ദേഹം വെറുത്തു. ഈ ഭാരം തൻ്റെ ചുമലിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അള്ളാഹു പറഞ്ഞു, സുലൈമാൻ നബിയെ, താങ്കൾ ഭൂലോക ചക്രവർത്തിയുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം നിർവഹിക്കുക, അതോടൊപ്പം ഫക്കീറായി ജീവിക്കുകയും ചെയ്യുക. എന്നാൽ ഇതുകൊണ്ട് യാതൊരു ആപത്തും താങ്കൾക്കുണ്ടാവില്ല. ഇത് സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ മനസ്സിന് സമാധാനമുണ്ടാക്കി. അദ്ദേഹം ചക്രവർത്തിയുടെ ജോലികൾ മുഴുവൻ കൃത്യമായി നിർവഹിക്കുന്നതോടൊപ്പം ഫക്കീറായി ജീവിച്ച് മരിച്ചു. അങ്ങനെ അള്ളാഹുവിൻ്റെ വിശിഷ്ടദാസന്മാരുടെ പട്ടികയിൽ ഉൾപ്പെട്ടു. ദുനിയാവിൻ്റെ വഞ്ചനയിൽ ഒരിക്കലും കുടുങ്ങുകയുമുണ്ടായില്ല. ഇതാണ് വായുവിൽ ആദ്യമായി സഞ്ചരിച്ച മനുഷ്യനായ പ്രവാചകർ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം. ഭൂലോകമടക്കി ഭരിച്ച ചക്രവർത്തി, മുസ്ലിമായ ചക്രവർത്തി സുലൈമാൻ നബി അലൈഹി ഇസ്ലാമാണ്. അള്ളാഹു മഹാനോടൊപ്പം നമ്മയും സ്വർഗത്തിൽ ഒരുമിപ്പിച്ച് കൂട്ടുമാറാകട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.